ജോൺ എന്ന് പറയുന്ന ഒരാൾക്ക് മോർച്ചറിയിൽ ജോലി കിട്ടുന്നു. ആക്ച്വലി അത് അയാൾ ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിയ ജോബായിരുന്നു. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരുപാട് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അയാളുടെ ജോബ് എന്താണെന്ന് വെച്ചാൽ ആംബുലൻസിന്റെ ഗേറ്റ് തുറന്നു കൊടുക്കുക, പുതിയ വരുന്ന കോപ്സിന്റെ പേര് എഴുതുക, അതൊക്കെയായിരുന്നു. അത് മാത്രമല്ല, നാട്ടുകാർ അയാളോട് പറഞ്ഞിരുന്നു നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് നല്ല പൈസ കിട്ടുമെന്ന്. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നിട്ട് പോലും ആ ജോലി ഏറ്റെടുക്കാൻ പോകുന്നതിൽ അയാൾ നല്ല ഹാപ്പി ആയിരുന്നു. ജോലിക്ക് കയറിയ ആദ്യത്തെ ദിവസം തന്നെ മോർച്ചറിയുടെ ഓണർ ജോണിനോട് പറഞ്ഞു 12 മണിക്ക് ശേഷം എന്ത് സൗണ്ട് കേട്ടാലും റെസ്പോണ്ട് ചെയ്യരുതെന്ന്. ജോൺ അതിന് ഓക്കെ പറഞ്ഞു. ജോൺ ആക്ച്വലി അതിലൊന്നും വലിയ ഇൻട്രസ്റ്റഡും അല്ലായിരുന്നു. ജോണിന്റെ ലക്ഷ്യം അവിടെ നിന്ന് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്ട്രാ എമൗണ്ടും പിന്നെ വേറെ ആരുടെ ശല്യം ഇല്ലാണ്ട് ജോലി ചെയ്ത് പോവാന്നുള്ളതുമായിരുന്നു. മാത്രമല്ല, അവൻ വിചാരിച്ചത് അവിടെ വലിയ പണിയൊന്നും ഉണ്ടാവില്ല എന്നാണ്. ആദ്യത്തെ ദിവസം തന്നെ ശവങ്ങൾ വെച്ചിരിക്കുന്ന മുറിയിൽ നിന്ന് ആരോ വാതിലിൽ മുട്ടുന്ന സൗണ്ട് അവൻ കേട്ടു. ഒരു തവണ കേട്ടു, അവൻ മൈൻഡ് ചെയ്തില്ല. പിന്നെയും 2 തവണ കേട്ടു. അപ്പൊ അവിടുത്തെ ഓണറിനെ വിളിക്കാമെന്ന് ജോൺ തീരുമാനിച്ചു. അങ്ങനെ അവൻ ഫോൺ എടുത്ത് ഓണറിനെ വിളിച്ചു. ജോൺ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ തന്നെ റെസ്പോണ്ട് ചെയ്യാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു ഓണർ അപ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്തു. മോർച്ചറി റൂമിൽ നിന്ന് കേൾക്കുന്ന ഒരു സൗണ്ടിനും റെസ്പോണ്ട് ചെയ്യാതെ ആ ഒരു ഹോൾ നൈറ്റ് കടന്നുപോയി. പിറ്റേ ദിവസവും കറക്റ്റ് 12 മണിയായപ്പോൾ ജോൺ ആരോ വാതിലിൽ തട്ടുന്ന സൗണ്ട് കേൾക്കുന്നു. ഈ ദിവസവും ജോൺ അതൊന്നും മൈൻഡ് ചെയ്തില്ല. ജോൺ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഒരു 3-4 ദിവസം കടന്നുപോയി. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ഡോറ് നോക്ക് ചെയ്യുന്ന സൗണ്ട് അല്ലാണ്ട് ജോൺ മറ്റൊരു സൗണ്ട് കൂടി കേൾക്കുന്നു. അതൊരു ലേഡിയുടെ സൗണ്ടായിരുന്നു. ജോൺ ആ സൗണ്ട് എവിടെയോ കേട്ടിട്ടുള്ള പോലെ തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോ ആ സൗണ്ടുമായിട്ട് വളരെ അടുപ്പമുള്ളതുപോലെ ജോണിന് ഫീൽ ചെയ്തു. പക്ഷെ എത്ര ആലോചിച്ചിട്ടും ആരുടെയാണ് ആ സൗണ്ട് എന്ന് ജോണിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്തോ ഒന്ന് ജോണിന്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ദിവസവും ഓണർ പറഞ്ഞ പോലെ അവൻ റെസ്പോണ്ട് ചെയ്തില്ല. പക്ഷെ തൊട്ടടുത്ത ദിവസം ഞാൻ മരിച്ചിട്ടില്ല, എന്നെ രക്ഷിക്കൂ എന്നായിരുന്നു ജോൺ ആ ലേഡിയുടെ സൗണ്ടിൽ നിന്ന് കേട്ടത്. ജോണിന് വളരെ പേടിയായി. അവന് വേണ്ടപ്പെട്ട ആരോ ആണ് ആ മോർച്ചറിയിലുള്ളതെന്ന് അവന് തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ റൂമിന്റെ ഡോർ ഓപ്പൺ ചെയ്യാൻ ജോൺ തീരുമാനിച്ചു. അങ്ങനെ അയാൾ ആ ഡോർ ഓപ്പൺ ചെയ്തു. ആ ലേഡിയുടെ സൗണ്ട് എവിടെ നിന്നാണ് കേൾക്കുന്നതെന്ന് അറിയാൻ ശവങ്ങൾക്കിടയിലൂടെ അവൻ മുന്നോട്ട് നടന്നു. കൃത്യം ഏത് ബോഡിയിൽ നിന്നാണ് ആ സൗണ്ട് വരുന്നതെന്ന് അവന് മനസ്സിലായി. അവൻ ആ ബോഡിയുടെ അടുത്തേക്ക് നടന്നു. അവൻ നടന്നെത്തിയത് തെരേസ എന്ന് പേരെഴുതി വെച്ചിരിക്കുന്ന ഒരു സ്ത്രീയുടെ ബോഡിയുടെ മുന്നിലായിരുന്നു. അവൻ അടുത്തെത്തിയപ്പോൾ പിന്നെ ആ സൗണ്ട് കേൾക്കുന്നത് നിലച്ചു. അവൻ പതിയെ ആ ബോഡി കവർ ചെയ്തിരിക്കുന്ന ആ വൈറ്റ് ക്ലോത്ത് പതിയെ അവരുടെ മുഖത്ത് നിന്ന് മാറ്റി. അവൻ അവിടെ കാണാൻ കഴിഞ്ഞത് 12 വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ട അവന്റെ സ്വന്തം അമ്മയുടെ ബോഡിയായിരുന്നു. അവന്റെ അമ്മയുടെ പേരും തെരേസ എന്ന് തന്നെയായിരുന്നു. അവൻ ഓർത്തപ്പോൾ 12 വർഷങ്ങൾക്ക് മുന്നേ അവന്റെ അമ്മയെയും ഇതേ മോർച്ചറിയിൽ തന്നെയായിരുന്നു കൊണ്ടുവന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അവൻ കാണുന്ന ആ അമ്മയുടെ മുഖം വളരെ വികൃതമായിരുന്നു. അവരവന്റെ കയ്യിൽ കയറി പിടിച്ചു. ആ കൈകൾ വളരെ തണുപ്പുള്ളതാണെന്ന് ജോണിന് അനുഭവപ്പെട്ടു. ജോൺ ഭയന്ന് നിലവിളിച്ച് അവിടെ നിന്ന് ഓടാൻ ശ്രമിച്ചു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ആ കൈകളിൽ നിന്ന് പിടിവിടാൻ ജോണിന് സാധിച്ചിരുന്നില്ല. ജോൺ ഉറക്കെ നിലവിളിച്ചു. പതിയെ അവന്റെ കൈകൾ 2ആയി മുറിഞ്ഞു പോകുന്നത് പോലെ അവന് തോന്നി. പക്ഷെ ആരും അവനെ അവിടെ രക്ഷിക്കാൻ എത്തിയിരുന്നില്ല. ഒരു നിമിഷം ഓണർ പറഞ്ഞ പോലെ കേട്ടാൽ മതിയായിരുന്നു എന്ന് അവന് തോന്നി. ജോൺ സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സമയം പിന്നീട് തോറും ആ സ്ത്രീ അവിടെ നിന്ന് എണീറ്റ് വരുന്നത് പോലെ ജോണിന് തോന്നുന്നു. സിറ്റുവേഷൻ വളരെ വേഴ്സ് ആയിക്കൊണ്ടിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ആംബുലൻസിന്റെ സൗണ്ട് ജോൺ കേൾക്കുന്നു. പുതിയൊരു ബോഡി മോർച്ചറിയിലേക്ക് കൊണ്ടുവന്ന ആംബുലൻസ് ആയിരുന്നു അത്. ആ ആംബുലൻസിൽ വന്നിരുന്ന 2 ആൾക്കാർ എങ്ങനെയൊക്കെയോ അകത്തേക്ക് കയറി. അവർ വന്നപ്പോൾ നിലത്ത് വീണ് കൈയൊടിഞ്ഞു കിടക്കുന്ന ജോണിനെ ആയിരുന്നു കണ്ടത്. അവർ പുതിയ ഡെഡ് ബോഡി മോർച്ചറിയിൽ വെച്ചതിന് ശേഷം ജോണിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പിറ്റേ ദിവസം രാവിലെ ആയിരുന്നു ജോണിന് ബോധം വീണത്. ജോൺ എത്ര പറഞ്ഞിട്ടും മോർച്ചറിക്കുള്ളിൽ വെച്ചുണ്ടായ സംഭവം വിശ്വസിക്കാൻ ആരും തയ്യാറായിരുന്നില്ല. പക്ഷേ ഈ കഥ വിശ്വസിക്കാൻ ഒരാളുണ്ടായിരുന്നു, ആ മോർച്ചറിയുടെ ഓണർ. കാരണം അയാൾ കേൾക്കുന്ന ആദ്യത്തെ കഥ ആയിരുന്നില്ല ജോണിൻ്റെത്.